ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇടിയൻ ചക്ക തോരൻ തിന്നാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ നമുക്ക് ചക്ക ഒരുപാടുണ്ട്. വിജയൻ ചേട്ടനോട് സത്യമായിട്ടും ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ചക്ക ഇട്ടാക്കണം കേട്ടോ. ബാക്കിയൊക്കെ വൈഫ് ചെയ്തോളും. ഇടിച്ചക്ക തോരൻ വെക്കാനുള്ള ചക്ക കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യം തന്നെ കത്തിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മളത് ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ ചാറമൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയണേ. പിന്നെ ടിഷ്യൂ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഇപ്പം എന്താണ്, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചകിരി എടുക്കും. പിന്നെ പഴയ തുണികൾ ഒക്കെ അതേ ഒരു ചക്കയും കൂടി മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കണ്ട അതിൻ്റെ ആ മുകളിൽ നന്നായിട്ട് ചെത്തി കളയണം കേട്ടോ. എല്ലാം അങ്ങനെ ക്ലീനാക്കി എടുക്കണം. കണ്ട ഒരുപാട് താഴ്ത്തി അങ്ങോട്ട് ഒരുപാട് ചെത്തി കളയരുത്, എന്നാലും ആ മുള്ളൊക്കെ നന്നായിട്ട് പോവുകയും വേണം കേട്ടോ. കണ്ട എല്ലാം അതുപോലെ ചെത്തിയെടുക്കുക. കണ്ട വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് കയ്യിൽ പറ്റണം കേട്ടോ. അതിന് ശേഷം റെഡിയാക്കിയിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് അത് കഴുകി വാരി അതിൻ്റെ കണ്ട ഇത് ഒരു 5 മിനിറ്റൊക്കെ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ ഇത് ആ മഞ്ഞളും ഉപ്പും കൊണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ചാറുമൊക്കെ പോയി കിട്ടും. നന്നായിട്ട് കഴുകി വാരി എടുക്കുക. കുക്കർ എടുക്കുക. കുക്കറിൽ വെള്ളം ഒഴിച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടാ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഒരുപാട് ഉപ്പൊന്നും കോരിയിടരുത്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ കഴുകി വാരി വെച്ചേക്കണ ചക്കയില്ലേ അത് കുക്കറിലോട്ട് ഇടുക. അത് മുഴുവനായിട്ട് ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഉണ്ടോ കുക്കർ അടയ്ക്കണേ. കുക്കർ അടച്ച് വിസിൽ മാറ്റണം കേട്ടോ. വിസിൽ വേണ്ട, ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ഒരു 2-3 തിള നന്നായിട്ട് തിളച്ചാൽ മതി. ചക്ക പ്രത്യേകം ശ്രദ്ധിക്കണം. ചക്ക ആകുമ്പോൾ അത് വെന്തലന്ന് പോയാൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ തിളച്ച് 2-3 തിള വരുമ്പോൾ തന്നെ കോരി മാറ്റാം കേട്ടോ. അതൊരു സ്റ്റീമർ പോലുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലോട്ട് വെച്ചാലും മതി. ചൂടാറാൻ വേണ്ടി വെച്ചേക്കണേ. ഫാനൊക്കെ ഇട്ട് വെച്ചേക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളത് മുറിച്ചെടുക്കാം കേട്ടോ. വേഗം കഴിയും കേട്ടോ. കണ്ടോ, ചെറിയ ചെറിയ പീസുകളായിട്ട് വേഗം കട്ട് ചെയ്തെടുക്കുക, മുറിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളത് കാരണം കൊണ്ടിട്ടാണ്. ഇതിപ്പോൾ ചക്ക ഇപ്പോൾ അധികം കിട്ടിയത് കാരണം ഞാനിത് മുഴുവനും എടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിത് കുറച്ചെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ജാറിലോട്ട് ചക്ക കുറച്ചിടാൻ പാടില്ല കേട്ടോ. ഒരുപാട് ഇട്ടാൽ അത് അടിഞ്ഞ് കിട്ടൂല. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ക്യാബേജൊക്കെ കുത്തിയരിഞ്ഞെടുക്കൂലേ, ആ ഒരു ഇതിലേക്ക് കിട്ടും നമുക്ക്. മിക്സിയുടെ ജാറിലോട്ട് നാളികേരം ഇട്ട് മഞ്ഞൾ പൊടി ഇട്ട് അടുത്തതായിട്ട് എന്താണ് പച്ചമുളകാണ് കേട്ടോ. ഇവിടെ ചേട്ടനും ഞങ്ങളെല്ലാവരും മക്കളും എല്ലാവരും എരിവ് വളരെ കുറവാണ് പച്ചക്കറിക്ക് എല്ലാത്തിനും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഒരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചതാണ്, അതിൻ്റെ പകുതിയും കൂടി ഇട്ട്. ചില ആളുകൾ ജീരകം ചേർക്കും കേട്ടോ. ഇതുണ്ടത് ഇടിച്ചക്ക ഞാൻ അടിച്ച് വെച്ചതാണ് കേട്ടോ. ക്രഷ് ചെയ്ത് വെച്ച ഇടിച്ചക്കയാണ്. അത് നമ്മൾ പകുതി എടുക്കണുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം എടുക്കണുള്ളൂ. എന്നിട്ട് അപ്പോൾ ബാക്കി വന്ന സവാളയും കൂടി അതിലോട്ട് ഇടുക. അതിന് ശേഷം വെളുത്തുള്ളി ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ജീരകം ചേർക്കുന്ന ആളുകളുണ്ട്. ഒരു മഞ്ഞൾ പൊടി ഇട്ട്. ചില ആളുകൾ ഇതിൽ മുളക് പൊടി ചേർക്കും, ജീരകം ചേർക്കും. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. ഉപ്പിട്ട് നമ്മൾ ആ ഒതുക്കി വെച്ച ആ നാളികേരം അതും കുറച്ച് ഇട്ടിട്ടാ. അതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണേ. സ്പൂൺ വെച്ചൊന്നും കുഴച്ചാൽ ശരിയാവില്ല കേട്ടോ. കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴേ അതെല്ലാം ഉപ്പും ആ നാളികേരം എല്ലാം കൂടി അതുമൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് കിട്ടും. സ്പൂണിട്ട് ഇളക്കി കുഴച്ചെടുത്താലൊന്നും അത് ഭംഗിയായിട്ട് കിട്ടില്ല.
ബാലൻസ് വന്നത് ഞാൻ മാറ്റി വെക്കാം കേട്ടോ. അതിപ്പോൾ നമുക്ക് നാളെ തന്നെ തോരൻ വെക്കാം. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ, അതെടുത്ത് ചട്ടിയിലോട്ട് ഇട്ടാൽ മാത്രം മതി. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചട്ടി ചൂടാവാനായിട്ട് നോക്കി നമ്മൾ ടൈം എടുക്കും ഒരുപാട്. അതെ ചൂടായിട്ടുണ്ട്, ഇടേണ്ട. കടുക് പൊട്ടി വരുമ്പോൾ അടുത്തതായിട്ട് ഞാൻ അതിൽ ഒരു കുറച്ച് ഉഴുന്നാണ് ഇടുന്നത്. തോരൻ വെക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഉഴുന്ന് ചേർക്കാറുണ്ട് കേട്ടോ. ക്യാബേജ് തോരൻ വെക്കുമ്പോഴും ഇപ്പോൾ ഇടിച്ചക്ക തോരൻ വെക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതിലോട്ട് അടുത്തതായിട്ട് വറ്റൽമുളകാണ്. വറ്റൽമുളകിട്ട് കറിവേപ്പിലിട്ട് ഇതൊക്കെ ഒരുപാട് മൂത്ത് പോകരുത് കേട്ടോ, കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി കേട്ടോ. ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ചക്കത്തോരൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇടേണ്ട ഒരു 4-5 പ്രാവശ്യമൊക്കെ വീട്ടിൽ വെക്കും കേട്ടോ. സീസണിൽ 4-5 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വെക്കും ചക്കത്തോരൻ. താളൊക്കെ വെക്കണ പോലെ തന്നെ താളും ഞങ്ങൾ കർക്കിടക മാസത്തിൽ താള് കറി വെക്കൂലേ, അതും ഒരു കർക്കിടക മാസം കഴിയണവരെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വെക്കാറുണ്ട്. ഉണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ക്യാബേജ് തോരൻ വെക്കണ പോലെ തന്നെ. ഉണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ അത് മുഴുവനും ഇട്ടിട്ടില്ല കേട്ടോ. അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ആ ബാലൻസ് വന്നതും കൂടി ഇട്ടിട്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെക്കണതാണ് കേട്ടോ. കുറച്ച് വെക്കണുള്ളൂ ഇപ്പം. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്യാബേജ് വെക്കണേലും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ഈ തോരൻ വെക്കണതാണ് കേട്ടോ. ക്യാബേജിനെല്ലാം കൂടുതൽ എല്ലാവരും കഴിക്കുന്നതാണ് ചക്കത്തോരൻ വെച്ചാൽ. മക്കളായാലും എല്ലാവരും, മക്കൾ സാധാരണ മിക്ക പച്ചക്കറികളും അവർക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഇടണം. എന്നിട്ട് നമ്മളത് മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് മതി കേട്ടോ കുക്കാവാനായിട്ട്. 5 മിനിറ്റ് മതി കുക്കായി കിട്ടും. ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ടൊന്നും വെച്ചിട്ടില്ല. ഇത് കുക്ക് ചെയ്യണത് മാത്രം വരെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ ഇപ്പം തന്നെ ആവി സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇനി കുക്ക് ചെയ്യാനായിട്ട്. സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് മതി. അപ്പം തന്നെ നമ്മൾ ഇത് പകുതി കുക്ക് ചെയ്തതാണല്ലോ. എന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും വെച്ച് നോക്കണേ. സിമ്പിളാണ്.